എന്തുകൊണ്ടാണ് ഈ സർപ്പക്കാവ് പലരും മുൻതൂക്കം എടുക്കാത്തത്? ഈ കാവിന് വരുന്ന മാറ്റം ശരീരത്തെ ബാധിക്കും. കാവിലെ ഒരു ചെടി പോലും വെട്ടാൻ പറ്റില്ല. ഒരു ലത, ഒരു വള്ളിച്ചെടിയോ പോലും അനാവശ്യമായി മുറിച്ചു മാറ്റാനോ ഒന്നും പാടില്ല. ഇപ്പൊ ഒരു 10 തന്ത്രിമാരെ വിളിക്കുകയാണെങ്കിൽ പലരും കൈ കൊടുക്കാൻ ഒന്ന് ആലോചിക്കും. പ്രധാനമായിട്ടും കാണുന്ന അനപത്യ ദുഃഖമാണ്, കുട്ടികളില്ലാത്ത അവസ്ഥ. സർപ്പക്കാവുകൾ നശിച്ചു കഴിഞ്ഞാൽ കാണുന്ന സർപ്പങ്ങൾക്ക് കൃഷിയുമായി ബന്ധമുണ്ട്. അപ്പൊ സർപ്പക്കാവുകൾക്ക് കുഴപ്പം വരുത്തിയാൽ ശരീരത്തെ നാഡീവ്യവസ്ഥകൾ തകരാറിലാകുന്നതോട് കൂടിയിട്ട് ശരീരത്തിന് തന്നെ അസുഖം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാവും. പണ്ടൊരു എഗ്രിമെന്റ് ഉണ്ടല്ലോ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അവർ കൃഷിക്ക് സഹായിക്കാം, നമ്മൾ അവരെ സംരക്ഷിക്കണം എന്നാണ് എഗ്രിമെന്റ്. എന്താണെന്ന് വെച്ചാൽ ഈ അഗ്നിയാണ്, തൊട്ടാൽ അറിഞ്ഞായാലും അറിയാണ്ടായാലും കൊള്ളും. സർപ്പക്കാവുകളും വിശ്വാസവും കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് പൂജയും മറ്റു താന്ത്രിക മാർഗങ്ങളും വളരെ പൂർവാധികം ഭംഗിയായിട്ട് കൊണ്ടുപോകുന്ന ശ്രീ VR രാജേഷ് ശർമ്മ, ബാക്കിലേക്ക് സ്വാഗതം. രാജേഷ് ജി, എന്താണ് ഈ സർപ്പക്കാവുകളുടെ വളരെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം? കേരളത്തിനകത്ത് ഈ നാഗദേവത തറ എന്നാണ് നമ്മൾ ആദ്യമേ അറിയപ്പെടുന്നത്. പക്ഷേ പലർക്കും വിശ്വാസമുണ്ട്, വിശ്വാസം ഇല്ലായ്മയുണ്ട്. പക്ഷെ നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവും, വളരെ വിശ്വാസമാണ് എന്നുള്ളത് ഒരു പരിധി വരെ ആൾക്കാർക്ക് അറിയാവുന്ന ഒരു വസ്തുതയാണ്. ഒന്ന് പറയാമോ? നമ്മളപ്പോൾ നാഗം എന്താണെന്ന് മനസ്സിലാക്കിയാലേ നാഗദേവതകൾ എന്താന്ന്. അതെ അതെ. യഥാ ബ്രഹ്മാണ്ട തഥാ പിണ്ടാണ്ട എന്നാണ്. അതെ, അതായത് എന്താണോ പ്രപഞ്ചം അത് തന്നെ ആവുന്നു ശരീരം. അതെ. അപ്പം സർപ്പദേവതകൾ പ്രപഞ്ചത്തിലുണ്ടെങ്കിൽ ശരീരത്തിലും അത് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. നമ്മുടെ പ്രധാനമായിട്ട് സുഷുമ്ന നാഡിയും ഇടാപിംഗള ഇടത്തോട്ടും വലത്തോട്ടും തിരിയുന്ന 2 നാഡികൾ, അതുകൂടാതെ 72,000 നാഡീഞരമ്പുകൾ, ഇതൊക്കെ സർപ്പങ്ങളാണ്. അപ്പോൾ ശരീരത്തിന്റെ നാഡീവ്യവസ്ഥ എന്താണോ അത് ഊർജ്ജ ചംക്രമണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് തന്നെയാണ് പ്രപഞ്ചത്തിലെ ഊർജ്ജ ചംക്രമണ വ്യവസ്ഥയാണ് സർപ്പങ്ങൾ അടിസ്ഥാനപരമായിട്ട്. അതിനെ പല രീതിയിൽ വർഗീകരിച്ചിട്ടുണ്ട്. സർപ്പസൂക്തമൊക്കെ പരിശോധിച്ചാൽ അതിൽ നമുക്ക് അന്തരീക്ഷത്തിൽ ചരിക്കുന്നത്, മണ്ണിൽ ചരിക്കുന്നത്, വെള്ളത്തിൽ പോകും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ കൂടെ നമ്മൾ എഴഞ്ഞു നടക്കുന്ന സർപ്പങ്ങളെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇത് കൂടാതെ സസ്യങ്ങളൊക്കെ ഉണ്ട്, ലതകളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ കറുകപ്പുല്ല് സർപ്പാണ്. ഈ വള്ളിച്ചെടികൾ, ചിറ്റമൃത വള്ളി, ഇതൊക്കെ സർപ്പത്തിന്റെ കാറ്റഗറിയിൽ തന്നെ വരുന്ന സാധനങ്ങളാണ്. നമ്മൾ അതിനെയൊന്നും കണക്കാക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ കാവിന് വരുന്ന മാറ്റം ശരീരത്തെ ബാധിക്കും. അതായത് പ്രപഞ്ചത്തിലുണ്ടാവുന്ന മാറ്റം ശരീരത്തെ ബാധിക്കും. വളരെ ലളിതമാണ്. ക്ലൈമറ്റ് മാറുമ്പോൾ അസുഖം ഉണ്ടാവുന്നില്ലേ? ശരിയാ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങലുകൾ ശരീരത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കാവുകളുടെ സംരക്ഷണം പ്രാധാന്യമുള്ള ഒരു വിഷയമായിട്ട് കാരണവന്മാർക്ക് പണ്ടേ മനസ്സിലായിട്ടുണ്ട്. കാരണം ഊർജത്തിന്റെ അത്രയും വലിയൊരു പുഞ്ചമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സർപ്പക്കാവ്. ഇന്നിപ്പം മിയാവാക്കി ഫോറസ്റ്റ് ഒക്കെ വെച്ച് പിടിപ്പിക്കുന്നു, അതൊക്കെ വലിയ സംഗതിയായിട്ട് പറയുന്നുണ്ട്. ചിത്രകൂട ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ അവിടെ. ബാക്കിയെല്ലാം സർപ്പക്കാവ് തന്നെയാണ് അടിസ്ഥാനപരമായിട്ട്. അപ്പം ചിത്രകൂട വളരെ അത്യാവശ്യമാണോ എന്ന് ചോദിച്ചാൽ ആണെന്നും പറഞ്ഞുകൂടാ. കാരണം കാവ് തന്നെയാണ് അവിടെ ദേവൻ. അല്ലെങ്കിൽ നമ്മൾ സർപ്പക്കാവിനെയാണ് ദേവനായിട്ട് കണക്കാക്കുന്നത്. അല്ലാതെ അവിടെ ഇരിക്കുന്ന വിഗ്രഹങ്ങളെയോ ചിത്രകൂടത്തെയോ മാത്രമല്ല. അത് നമുക്ക് കലശമാടാനും പൂജ കഴിക്കാനും ഉള്ളൊരു ഉപാധി മാത്രമാണ്. കാവിലെ ഒരു ചെടി പോലും വെട്ടാൻ പറ്റില്ല. ഒരു ലത, ഒരു വള്ളിച്ചെടിയോ പോലും അനാവശ്യമായി മുറിച്ചു മാറ്റാനോ ഒന്നും പാടില്ല. അപ്പം പണ്ട് പറയും പൂജ കഴിക്കാനുള്ള അത്രയും ഭാഗം മാത്രം വൃത്തിയാക്കിക്കൊണ്ട് വേണം, അത്രയും ഭാഗം മാത്രം എന്ന് പറഞ്ഞാൽ കൂടുതൽ വൃത്തിയാക്കരുത്. സിമെന്റ് ഇട്ട് വെക്കുകയോ ഒന്നും ചെയ്യരുത്. കിണ്ടി മറിഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ട് അവിടെ സിമെന്റ് ഇടാനൊന്നും പാടില്ല. സാധാരണ രീതിയിൽ വെച്ച് പൂജ കഴിച്ച് പോകാന്നുള്ളതേ ഉള്ളൂ. സർപ്പങ്ങൾക്ക് കൃഷിയുമായി ബന്ധമുണ്ട്. മണ്ണിന്റെ ഫലഭൂയിഷ്ഠത ഉണ്ടാക്കുന്നത് സർപ്പങ്ങളാണ്. പണ്ട് എല്ലാ തറവാടുകളോടും ചേർന്ന് ഒരു കാവ് നിർബന്ധമായിട്ടും ഉണ്ടായിരുന്നു. ക്ഷേത്രങ്ങളിൽ കാവുണ്ടായിരുന്നു. 10 ഏക്കർ സ്ഥലമുള്ളപ്പോൾ 1/2 ഏക്കറിൽ കാവുണ്ടായിരുന്നു. 10 സെന്റ് സ്ഥലം ഉണ്ടായിരുന്ന കാലത്ത് ആളുകൾക്ക് 1 സെന്റിലൊക്കെ കാവുണ്ടായിരുന്നു. ഒരു കാലത്ത് ഇതൊക്കെ എന്തോ ഒരു പരിഷ്കാരത്തിന്റെ ഒരു കുറവ് തോന്നിയപ്പോഴാണ് ഈ ആളുകളൊക്കെ കാവുകൾ നശിപ്പിച്ചു തുടങ്ങിയത്. അതോടുകൂടി തറവാടുകൾ ക്ഷയിക്കുക, വീടുകൾ ഇല്ലാണ്ടാവുക, വ്യവസ്ഥ തന്നെ ഇല്ലാണ്ടാവുക, ആളുകൾക്ക് അസുഖങ്ങൾ ബാധിക്കുക, ഇതൊക്കെ ഉണ്ടായി തുടങ്ങി. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ശ്വാസം സഞ്ചരിക്കുന്നത് സർപ്പാകൃതിയിലാണ്. സോഹം ഹംസ എന്നുള്ള ജപത്തിലാണ് ശ്വാസത്തിന്റെ സഞ്ചാരം. ഞാൻ പറയാണ്ട് തന്നെ വിഷയങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ഒരുപാട് പറയണം, അതുകൊണ്ടാണ് ഇങ്ങനെ ചുരുക്കി പറഞ്ഞു പോകും. ശരി. അതെല്ലാം ഈ തരംഗരൂപത്തിലാണ് വരുന്നത്. സൂര്യരശ്മികൾ തരംഗരൂപത്തിലാണ്. ഇതെല്ലാം സർപ്പങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം ശരീരം എന്ന് പറയുന്നത് ഈ ശ്വാസത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് നിലനിൽക്കുന്നത്. നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ഓരോ മൂക്കിലും മാറി മാറിയാണ് ശ്വാസത്തിന്റെ അളവ് കൂടുതലും കുറവും വരുന്നത്. ശ്രദ്ധിച്ചാൽ വലത്ത് മൂക്കിൽ കുറേ സമയം കൂടുതൽ നിൽക്കും, കുറേ സമയം ഇടത്ത് മൂക്കിൽ നിൽക്കും, രണ്ട് മൂക്കിലും തുല്യമായിട്ട് നിൽക്കും. ആ സമയങ്ങളിൽ നിങ്ങളുടെ ഇടയും പിങ്കളയും സുഷുമ്നയായിട്ടുള്ള 3 നാഡികൾക്കും പ്രത്യേകം അതിനുണ്ടാകുന്ന എനർജിയുടെ വ്യത്യാസം. ശരം എന്നതിനാണ് ഒരു വാക്ക് പറയും.
ആ ശരത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് മനസ്സും ബുദ്ധിയും എല്ലാം പ്രവർത്തിക്കുന്നത്. അത്തരത്തിൽ ശരീരം, മനസ്സിലും ബുദ്ധിയും എന്താണോ ചിന്തിക്കുന്നത് അതാണ് ശരീരം, ഫിസിക്കൽ ബോഡി ആയിട്ട് മാറുന്നത്. അതായത് മാറ്റർ എന്ന് പറയുന്നത് എനർജിയുടെ മാനിഫെസ്റ്റേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ശരി. അപ്പം മനസ്സും ബുദ്ധിയും എനർജി ആയതുകൊണ്ട് തന്നെ അതിലെന്ത് ഉണ്ടാകുന്നു, എന്ത് മാറ്റങ്ങൾ ഉണ്ടാകുന്നു, അത് ശരീരത്തിൽ ഫിസിക്കൽ ബോഡിയിൽ കാണാനുണ്ടാവും. കുറെ കാലത്തിന് ശേഷമാണെങ്കിൽ പോലും മാനിഫെസ്റ്റ് ചെയ്യും. അപ്പൊ സർപ്പക്കാവുകൾക്ക് കുഴപ്പം വരുത്തിയാൽ ശരീരത്തെ നാഡീവ്യവസ്ഥകൾ തകരാറിലാവും. തകരാറിലാകുന്നതോട് കൂടിയിട്ട് ശരീരത്തിന് തന്നെ അസുഖം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാവും. അത് രണ്ടാമത് നിർമ്മിക്കുന്നതോട് കൂടിയിട്ട് അല്ലെങ്കിൽ പഴയ രീതിയിലേക്ക് ആക്കുന്നതോട് കൂടിയിട്ട് സ്വാഭാവികമായിട്ടും അസുഖങ്ങൾ മാറും, അല്ലെങ്കിൽ കുറയും. പ്രധാനമായിട്ടും കാണുന്ന അനപത്യ ദുഃഖമാണ്, കുട്ടികളില്ലാത്ത അവസ്ഥ. സർപ്പക്കാവുകൾ നശിച്ചു കഴിഞ്ഞാൽ കാണുന്ന പ്രശ്നം. കാവുകൾ പുനരുദ്ധരിച്ചെടുത്ത് കുട്ടികൾ ഉണ്ടായത് അനുഭവം എനിക്ക് വ്യക്തിപരമായിട്ടുണ്ട്. ഒരാൾക്ക് മാത്രമല്ല, ആ പരിസരത്തുള്ള വീടുകളിലൊക്കെ കുട്ടികളുണ്ടായിട്ടുണ്ട്. അവർക്ക് വിവാഹത്തിന് ശേഷം 10-12 കൊല്ലത്തിന് ശേഷം കുട്ടികളുണ്ടായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. തന്നെ കാലിലൊക്കെ ഉണ്ടായ ഈ നാഡീ സംബന്ധമായിട്ടുള്ള ചില ദോഷങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ അസുഖങ്ങൾ, അതിന് എന്താ പറയുക, ഈ രക്തവാദം പോലെയുള്ള അതൊക്കെ മാറിയതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഈ സർപ്പക്കാവുകളുടെ പുനരുദ്ധാരണത്തോട് കൂടിയിട്ട്. അപ്പം സർപ്പങ്ങൾ നമ്മുടെ തന്നെ ഒരു ഭാഗമാണ്. നമ്മൾ തന്നെയാണ് സർപ്പങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ തന്നെ ഉള്ളവരാണ് അവർ. പണ്ടൊരു അഗ്രിമെന്റ് ഉണ്ടല്ലോ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കൃഷിക്ക് സഹായിക്കാം, നമ്മൾ അവരെ സംരക്ഷിക്കണം എന്നാണ് എഗ്രിമെന്റ്. ഒരു പാമ്പും ആളെ കണ്ടുപിടിച്ചു പോയി, നമ്മൾ ഇഴയുന്ന പാമ്പുകളാണേലും ആളെ കണ്ടുപിടിച്ചു പോയി കടിച്ചിട്ടില്ല. എങ്ങനെയോ അവരുടെ ആവാസ വ്യവസ്ഥയിൽ നമ്മൾ ചെന്ന് പെട്ടിട്ട് പെട്ടെന്നുള്ള റിഫ്ലക്ഷന്റെ പുറത്താണ് അത് കടിക്കുന്നത്. അല്ലെങ്കിൽ ഈ കാട്ടിൽ താമസിക്കുന്ന ആളുകളെല്ലാം പാമ്പ് കടിയേറ്റ് മരിക്കണം, അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല. വളരെ അപൂർവമായിട്ടേ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നു. അപ്പം സംരക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സാധനമാണ് സർപ്പക്കാവ്. ഈ സർപ്പക്കാവുകൾ പല ഭാഗങ്ങളിലും പ്രോപ്പറായിട്ട് എന്താ പറയുക സംരക്ഷിക്കാതിരിക്കുന്ന സമയങ്ങളിൽ ആ ഭാഗത്തുള്ള നാട്ടുകാർക്ക് പല പല പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ സർപ്പക്കാവ് പലരും മുൻതൂക്കം എടുക്കാത്തത്? ഇപ്പോൾ ഒരു 10 തന്ത്രിമാരെ വിളിക്കുകയാണെങ്കിൽ പലരും കൈ കൊടുക്കാൻ ഒന്ന് ആലോചിക്കും, എനിക്കത് ചെയ്യാൻ പറ്റുമോ, തിരിച്ചടി കിട്ടുമെന്നുള്ള പേടി കൊണ്ടാണോ? ഇത് സർപ്പങ്ങൾക്ക് പ്രത്യേകത വെച്ചാൽ ഇത് ദേവതാഭാവം ഇല്ല. ഇപ്പം വിഷ്ണു, ശിവൻ, അതിനൊരു മൂർത്തി കൽപ്പനയുണ്ട്. ശരി. മൂർത്തിയെ കൽപ്പിച്ചിട്ട് നമുക്ക് അതിന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ തീരുമാനിച്ചു. സർപ്പങ്ങൾ അങ്ങനെ റോ എനർജിയാണ്. ഇപ്പൊ ഇടിമിന്നലിന്റെ ഒരു പവർ പോലെ. അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ആണോ വെച്ചാൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം അല്ല, അതിന്റെയും കോടിക്കണക്കിന് മടങ്ങാണ് വരുന്നത്. ശരി. അപ്പം കൈകാര്യം ചെയ്യാൻ കുറച്ച് സൂക്ഷിക്കേണ്ട വിഷയമുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ അഗ്നിയാണ്, തൊട്ടാൽ അറിഞ്ഞായാലും അറിയാണ്ടായാലും പൊള്ളും. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. പിന്നെ ഈ സർപ്പ വിഷയത്തില് അത്യന്താപേക്ഷിയായിട്ടുള്ള ഉപാസനാ പദ്ധതികളുണ്ട്, അത് ഫോളോ ചെയ്യണം. ഉപാസന, നല്ല സർപ്പവുമായി ബന്ധപ്പെട്ട ഉപാസന അത് കൃത്യമായിട്ട് വേണം. ഞാൻ ഈ പദ്ധതി വന്നുപെട്ടത് എൻ്റെ അനുഷ്ഠാനം കൊണ്ടാണ്. എനിക്ക് വ്യക്തിപരമായ സർപ്പദോഷം ഉണ്ടായിരുന്നു, എപ്പോഴും ഞാൻ എൻ്റെ ജാതകത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് മറികടക്കാനായിട്ട് ഗുരുപദേശപ്രകാരം ഞാൻ സർപ്പസൂക്തം ജപിച്ചതാണ്. 10-12 വർഷം അടുപ്പിച്ച് ഒരു നിശ്ചിത ആവർത്തിക്ക് മുകളിൽ ജപിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ എൻ്റെ ദോഷം പരിഹരിക്കപ്പെട്ടു. സ്വാഭാവികമായിട്ട് എന്നിലേക്ക് കാവുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. ഞാൻ ആ കാവ് അന്വേഷിച്ച് പോയതല്ല. ഇത് ചെയ്യാൻ ആരുമില്ല, ചെയ്തു തരാമോ? അപ്പോൾ ചെയ്തതുകൊണ്ട് അവർക്കും എനിക്കും ഗുണമുണ്ടായി. വ്യക്തിപരമായ സാമ്പത്തിക ഗുണമല്ല ഞാൻ പറയണം, മനസ്സിലായി. വ്യക്തിപരമായി നമുക്കുണ്ടാകുന്ന അനുഭൂതികളുണ്ടല്ലോ, നമുക്കുണ്ടാകുന്ന ഒരു സുഖം, ഒരു കാവ് പുനരുദ്ധരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം നമുക്ക് എത്ര പൈസ കൊടുത്താലും കിട്ടില്ല, എത്ര ക്ഷേത്രം പ്രതിഷ്ഠിച്ചാലും കിട്ടില്ല. കാര്യം ചെറിയൊരു കാവായിരിക്കും, പക്ഷെ അത് ഇതാണെന്ന് വെച്ചാൽ ഞാൻ മുന്നേ പലരോടും പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് ഈ അറിവെന്ന് പറയുന്നത് ശൂന്യതയിൽ നിന്നുണ്ടാവണം, ഒരിക്കലും പുസ്തകത്തിൽ നിന്നല്ല. നമ്മൾ പുസ്തകം അടയ്ക്കുന്നിടത്തുനിന്നാണ് ഉള്ളിലെ ലൈബ്രറി തുറക്കുന്നത്. ശരിയാ. എന്താണോ നമ്മൾ പ്രപഞ്ചത്തിൽ നിന്ന് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുണ്ടല്ലോ, ഇതിനെല്ലാം നമ്മൾ ഇരട്ടി, ഇതിന്റെ ഒരു 10 മടങ്ങ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ദേവനാണ്. നമ്മൾ അത്ര തന്നെ കൊടുക്കുകയാണെങ്കിൽ മനുഷ്യനാണ്. അതിലും ഒന്നും കൊടുക്കുന്നില്ല, കൺസംഷൻ മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ അസുരനാണ്. ശരിയാ. അപ്പോൾ ഈ കാവുകൾ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു കാവ് പുനരുദ്ധരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്മള് കാലം കഴിഞ്ഞാലും നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ആ ഒരു സുഖം നമുക്ക് ഈ കാവുകളിൽ നിന്ന് മാത്രമേ പുനരുദ്ധരിക്കുമ്പോൾ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ഏകദേശം 10-40 കാവുകളോളം എനിക്ക് ഇങ്ങോട്ട് വന്നു. ഞാൻ അങ്ങോട്ട് അന്വേഷിച്ചു പോയതല്ല. ചെയ്യാൻ സാമ്പത്തിക ശേഷി ഇല്ലാതെ, എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയാ, നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അവർക്കും സഹായിക്കാൻ പറ്റാത്ത അത്ര തന്നെ സാമ്പത്തികം ഇല്ലാത്ത സ്ഥലങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ എൻ്റെ അടുത്ത് വന്നത്. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്തു കൊടുത്തൊക്കെ പിന്നെ റിസൾട്ട് വന്നപ്പം ഗുരുനാഥനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കണ്ടിന്യൂ ചെയ്യാൻ, നിന്റെ ധർമ്മം ഇതാണ് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വരുന്നതൊക്കെ ഞാൻ
ചെയ്യുന്നുണ്ട്. ഈ എന്തുകൊണ്ടാണ് പലർക്കും ചെയ്യാൻ പറ്റാത്തത്? അപ്പോൾ പറഞ്ഞ വിഷയം തന്നെയാണ്, ഒരു നിയോഗം